പ്രതിഷേധം ശക്തമാക്കുകയാണല്ലേ നിങ്ങൾ? പ്രതിഷേധം ശക്തമാക്കുന്നു. ഈ പ്രതിഷേധം നമുക്കറിയാം, ഇന്ത്യയുടെ ജനാധിപത്യത്തിന് കളങ്കം ചാർത്തിക്കൊണ്ടാണ് ഇന്ന് മോഡി സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് റൈറ്റ് ടു ഡിസെന്റ് ആണ്. അഭിപ്രായ വ്യത്യാസം പറയാനുള്ള സ്വാതന്ത്ര്യം, അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും കാതലായ അംശം. ഇവിടെ നടക്കുന്ന എന്താ, ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ പാർലമെന്റ് ഉണ്ടായ അക്രമത്തിന് ശേഷം പാർലമെന്റിൽ വരേണ്ട സഭാ നേതാവെന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മോഡി പാർലമെന്റിൽ വന്ന് ഒരു വിശദീകരണം നടത്തേണ്ടതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സഭയിൽ നിങ്ങൾ പ്രതിഷേധമൊക്കെ ശരി തന്നെ, പക്ഷേ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന MBAയും എന്നെയും ഒക്കെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് 3 ക്രിമിനൽ ലോ. ആ ലോക്ക് പകരമുള്ള ബില്ലുകൾ അവതരിപ്പിക്കപ്പെട്ടു. നിങ്ങളൊരു ശബ്ദം അവിടെ പറഞ്ഞില്ല. ഞങ്ങളുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ ലോ IPC ഭേദഗതി ബില്ലുകൾ, ആ ബില്ലുകൾ നടക്കുന്ന ചർച്ചയിൽ എന്താ ചെയ്തത്? 142 MPമാരെ പുറത്താക്കി. പ്രതിപക്ഷം വേണ്ട, പ്രതിപക്ഷമില്ലാതെ എല്ലാ നിയമനിർമ്മാണവും നടത്താമെന്ന ഏകാധിപത്യ പ്രവണതയിലേക്കാണ് ഈ ഗവൺമെന്റ് പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സമരം ശക്തമായി മുന്നോട്ട് പോകുന്നത്. സഭയ്ക്കകത്തും പുറത്തും ഈ ധിക്കാരപരമായ നടപടിയെ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് നടത്തുന്ന നിയമനിർമ്മാണം നടത്തുന്ന ഈ നടപടിക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം, അതിന്റെ ഒരു ഇരമ്പൽ മാത്രമാണ് ഇന്നിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു ഇരമ്പലാണ് ഇവിടെ കാണുന്നതെന്ന് MP പറയുന്നു. അടുത്ത ഇരമ്പല് നാട്ടിൽ ജനങ്ങളോട് വിശദീകരിക്കോ? തെരഞ്ഞെടുപ്പ് വരാൻ പോവല്ലേ? തീർച്ചയായും രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങൾ ഇത് വിശദീകരിക്കും. രാജ്യത്തിന്റെ തെരുവീതികളിൽ ഈ വിഷയം ചർച്ചയാക്കും. കാരണം മോദി ഉദ്ദേശിക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ഈ തരത്തിലാണ് എന്നുള്ളതിന്റെ സൂചന ആണ് ഇവിടെ കാണുന്നത്. കാരണം പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് സംബന്ധിച്ച് ഭരണപരാജയമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അത് പറയാൻ പാടില്ല. അതിനപ്പുറത്ത് അവിടെ എന്താ പറയുക, ഈ അക്രമി സംഘത്തെ പാർലമെന്റിലേക്ക് തുറന്നുവിട്ട BJP MPക്ക് പരിപൂർണമായ സംരക്ഷണം കൊടുത്തുകൊണ്ട്, എന്നാൽ അതിനെ ചോദ്യം ചെയ്യുന്നവരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് വരെ കണ്ടുകേട്ട് കേൾവിയില്ലാത്ത വിധത്തിലുള്ള ദാരുണമായ സംഭവ വികാസങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ജനാധിപത്യത്തിന് പുതിയ നിർവചനങ്ങൾ ഇവർ നൽകുകയാണ്. അതിനെ സംബന്ധിച്ച്, ഈ ഫാസിസ്റ്റ് സംവിധാനങ്ങളെ സംബന്ധിച്ച്, ഈ സ്വേച്ഛാധിപത്യ ഭരണത്തെ സംബന്ധിച്ച് രാജ്യത്തെ ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ടുള്ള ശക്തമായ ക്യാമ്പയിനിങ്ങിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറാനുള്ളത്. നേരത്തെ നിങ്ങൾ ഇങ്ങനെ വിജയ് ചോക്കിലേക്ക് മാർച്ച് നടത്തി വിലക്കയറ്റത്തിനെതിരെയുള്ള പ്രക്ഷോഭമായിട്ടല്ലേ? അതെ. ശേഷം ആണ് ഇങ്ങനെ വരേണ്ടി വരുമായിട്ടാണ്. ഇത് വിലക്കയറ്റത്തിനെതിരെ മാത്രമല്ല, വിലക്കയറ്റത്തിനെതിരെ പ്രക്ഷേപം നേരത്തെ ഇതുപോലത്തെ നമ്മുടെ സോണിയാഗാന്ധിയെയും അതുപോലെ രാഹുൽ ഗാന്ധിയെയും അന്ന് ED ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും എല്ലാ MPമാരും ഇത് പ്രതിഷേധിച്ചു.